ഹലോ വിനീസ് ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള കുക്കീസിൻ്റെ റെസിപ്പി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പറഞ്ഞുതരാം. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ആട്ടമാവാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടമാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ 1/4 കപ്പ് ഞാനിവിടെ മൾട്ടിഗ്രെയിൻ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് ഞാൻ ഫൈൻ പൗഡറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിന് നട്ട്സൊക്കെ കടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫൈനായിട്ട് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു തരിതരിപ്പാട്ടൊന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് 70 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ ബട്ടർ എടുത്തിട്ടില്ല, 100 ഗ്രാം ഒന്നും എടുത്തിട്ടില്ല. അത് നന്നായിട്ട് കൈകൊണ്ട് ഈ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ജാഗ്രി പൗഡറാണ്, ശർക്കര പൊടിച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാൻ കോക്കനട്ടിൻ്റെ ഡെസിഗ്നേറ്റ് കോക്കനട്ട് പൗഡർ 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചത് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആട്ടമാവ് 1 കപ്പും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂണും പാൽപ്പൊടി 2 ടേബിൾ സ്പൂണും ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് കുഴച്ച് ഒരു ചപ്പാത്തി മാവിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നല്ല ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പ് വേണ്ടി എടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി അതിൽ കുറച്ച് കുക്കീസിൻ്റെ മേലെ തന്നെ ഞാൻ കുറച്ച് ചോക്ക ചിപ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 15 to 20 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്, ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു മുരാന്നുള്ള ബിസ്ക്കറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.